ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മന്ത്രത്തിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5ഉം 6ഉം ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 9ഉം 10ഉം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് ഫസ്റ്റിലെ ആദ്യത്തെ 3 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ചാപ്റ്റർ 1 യൂറോപ്പ് പരിവർത്തന പാതയിൽ. ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നതെവിടെ? ആൻസർ തുർക്കി. ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് തുർക്കിയിലാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം. ആൻസർ കോൺസ്റ്റാന്റിനോപ്പിൾ. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം കോൺസ്റ്റാന്റിനോപ്പിൾ. കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. ആൻസർ കോൺസ്റ്റാന്റിനോപ്പിൾ. കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം. ആൻസർ 1453. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം 1453. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യം. ആൻസർ ഇറ്റലി. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യം ഇറ്റലി. നവോത്ഥാനത്തിന്റെ പിതാവ്. ആൻസർ പെട്രാർക്ക്. നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്ക്. സീക്രട്ടം എന്ന കൃതി രചിച്ചത്. ആൻസർ പെട്രാർക്ക്. സീക്രട്ടം എന്ന കൃതി രചിച്ച വ്യക്തി പെട്രാർക്ക്. ഇൻ പ്രൈസ് ഓഫ് ഫോളി രചിച്ചതാര്? ആൻസർ ഇറാസ്മസ്. ഇൻ പ്രൈസ് ഓഫ് ഫോളി രചിച്ചത് ഇറാസ്മസ്. ഡോൺ ക്വിക്സോട്ട് എന്ന പുസ്തകം രചിച്ച വ്യക്തി. ആൻസർ സെർവാന്തെ. ഡോൺ ക്വിക്സോട്ട് എന്ന പുസ്തകം രചിച്ചത് സെർവാന്തെ. മൊണാലിസ എന്ന ചിത്രം വരച്ചത്. ആൻസർ ലിയനാർഡോ ഡാവിഞ്ചി. മൊണാലിസ എന്ന ചിത്രം വരച്ച വ്യക്തി ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചി മൊണാലിസ എന്ന ചിത്രം വരച്ച കാലഘട്ടം. ആൻസർ AD 1503 1505 ഇടയിൽ. ലിയനാർഡോ ഡാവിഞ്ചി മൊണാലിസ എന്ന ചിത്രം വരച്ച കാലഘട്ടം 1503 1505 ഇടയിൽ. മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം എവിടെയാണ്? ആൻസർ പാരീസ്. മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം പാരീസിലാണ്. നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായത്. ആൻസർ ചിത്രകല. നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കല ചിത്രകല. ദെക്കാമറൻ കഥകൾ രചിച്ചതാര്? ആൻസർ ബൊക്കാച്ചിയോ. ദെക്കാമറൻ കഥകൾ രചിച്ചത് ബൊക്കാച്ചിയോ. ഡിവൈൻ കോമഡി രചിച്ചതാര്? ആൻസർ ദാന്തെ. ഡിവൈൻ കോമഡി രചിച്ചത് ദാന്തെ. ഏതൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചതാര്? ആൻസർ റാഫേൽ. ഏതൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ച വ്യക്തി റാഫേൽ. അന്ത്യവിധി എന്ന ചിത്രം വരച്ചതാര്? ആൻസർ മൈക്കലാഞ്ചലോ. അന്ത്യവിധി എന്ന ചിത്രം വരച്ച വ്യക്തി മൈക്കലാഞ്ചലോ. അവസാനത്തെ അത്താഴം ആരുടെ ചിത്രമാണ്? ആൻസർ ലിയനാർഡോ ഡാവിഞ്ചി. അവസാനത്തെ അത്താഴം ആരുടെ ചിത്രമാണ്? ആൻസർ ലിയനാർഡോ ഡാവിഞ്ചി. നിലവിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്?
ആൻസർ ഇസ്താംബൂൾ. നിലവിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഇസ്താംബൂൾ. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നിർമ്മിച്ച ശില്പി? ആൻസർ ലോറൻസോ ഗിബർട്ടി. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നിർമ്മിച്ച ശില്പി ലോറൻസോ ഗിബർട്ടി. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്ന ഭാഷകൾ? ആൻസർ ലാറ്റിനും ഗ്രീക്കും. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്ന ഭാഷകളാണ് ലാറ്റിനും ഗ്രീക്കും. 13ാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം? ആൻസർ ഇറ്റലി. 13ാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഇറ്റലി. ഗട്ടാമെലീത്ത എന്ന ശില്പത്തിന്റെ ശില്പി? ആൻസർ ഡൊണാറ്റെലോ. ഗട്ടാമെലീത്ത എന്ന ശില്പത്തിന്റെ ശില്പി ഡൊണാറ്റെലോ. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ആൻസർ കോപ്പർനിക്കസ്. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസ്. ടെലിസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ? ആൻസർ ഗലീലിയോ ഗലീലി. ടെലിസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതാര്? ആൻസർ ജോഹാൻസ് ഗുട്ടൻബർഗ്. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ജോഹാൻസ് ഗുട്ടൻബർഗ്. ജോഹാൻസ് ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടെത്തിയ വർഷം? ആൻസർ 1439. ജോഹാൻസ് ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടെത്തിയ വർഷം 1439. മതനവീകരണം ആരംഭിച്ച രാജ്യം? ആൻസർ ജർമ്മനി. മതനവീകരണം ആരംഭിച്ച രാജ്യം ജർമ്മനി. ജർമ്മനിയിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? ആൻസർ മാർട്ടിൻ ലൂതർ. ജർമ്മനിയിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി മാർട്ടിൻ ലൂതർ. വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം? ആൻസർ ഇംഗ്ലണ്ട്. വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട്. ആവിയന്ത്രം കണ്ടുപിടിച്ചതാര്? ആൻസർ ജെയിംസ് വാട്ട്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചതാര്? ആൻസർ ജോൺ കെയ്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെയ്. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചതാര്? ആൻസർ ജെയിംസ് ഹാർഗ്രീവ്സ്. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചതാര്? ആൻസർ ജോർജ് സ്റ്റീവൻസൺ. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചതാര്? ജോർജ് സ്റ്റീവൻസൺ. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായ പരിഷ്കരണം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ മതനവീകരണം. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായ പരിഷ്കരണം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ മതനവീകരണം. ഗുട്ടൻബർഗിന്റെ അച്ചടിയന്ത്രത്തിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ചിരുന്നത് എപ്രകാരമായിരുന്നു? ആൻസർ മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ. ഗുട്ടൻബർഗിന്റെ അച്ചടിയന്ത്രത്തിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ചിരുന്നത് എപ്രകാരമായിരുന്നു? മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ. പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരും അവരുടെ പുസ്തകങ്ങളുമാണ് ഇവിടെ ടേബിൾ നൽകിയിട്ടുള്ളത്. സീക്രട്ടം രചിച്ചത് പെട്രാർക്ക്. ഡിവൈൻ കോമഡി ദാന്തെ. ദക്കാമറൻ കഥകൾ രചിച്ചത് ബൊക്കാച്ചിയോ. ഡോൺ കിക്സോട്ട് സെർവാന്തെ. ഇൻ പ്രൈസ് ഓഫ് ഫോളി രചിച്ചത് ഇറാസ്മസ്. വ്യവസായ വിപ്ലവ കാലത്തെ പ്രധാന കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രജ്ഞന്മാരുമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്.
ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടെത്തിയത് ജോൺ കെ. സ്പിന്നിംഗ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്. ആവിയന്ത്രം ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. ചാപ്റ്റർ 2 കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയ വർഷം. ആൻസർ 1498 മെയ് 20. വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയ വർഷം 1498 മെയ് 20. വാസ്കോഡ ഗാമയും സംഘവും കേരളത്തിൽ എവിടെയാണ് കപ്പലിറങ്ങിയത്? ആൻസർ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. വാസ്കോഡ ഗാമയും സംഘവും കപ്പലിറങ്ങിയ സ്ഥലം കാപ്പാട്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്? ആൻസർ കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്യന്മാർ ഉപയോഗിച്ചിരുന്ന സുഗന്ധവിള? ആൻസർ കുരുമുളക്. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകുവാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്യന്മാർ ഉപയോഗിച്ചിരുന്ന സുഗന്ധവിളയായിരുന്നു കുരുമുളക്. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി വാസ്കോഡ ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകാത്തതിനാൽ വാസ്കോഡ ഗാമ കച്ചവടത്തിനായി എത്തിയ സ്ഥലം? ആൻസർ കണ്ണൂർ. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി വാസ്കോഡ ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകാത്തതിനാൽ വാസ്കോഡ ഗാമ കച്ചവടത്തിനായി എത്തിയ സ്ഥലം കണ്ണൂർ. കോട്ടപ്പുറം കോട്ട ഏതു ജില്ലയിലാണ്? ആൻസർ തൃശൂർ. കോട്ടപ്പുറം കോട്ട തൃശൂർ ജില്ലയിലാണ്. പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത്? ആൻസർ പോണ്ടിച്ചേരി. പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. സെന്റ് ആഞ്ചലോസ് കോട്ട ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കണ്ണൂർ. സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത്? ആൻസർ പോർച്ചുഗീസുകാർ. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം ആരുടെ സംഭാവനയാണ്? ആൻസർ പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകിയതാര്? ആൻസർ കുഞ്ഞാലി മരക്കാർ. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകിയത് കുഞ്ഞാലി മരക്കാറാണ്. താഴെ പറയുന്നവയിൽ കുഞ്ഞാലി മരക്കാർ ആരായിരുന്നു? ആൻസർ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ. കുഞ്ഞാലി മരക്കാർ ആരായിരുന്നു? സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ. മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം? ആൻസർ ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ്? ആൻസർ ഡച്ചുകാർ. ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ സംഭാവനയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കാൻ മുൻകൈയെടുത്ത ഡച്ചു ഗവർണർ? ആൻസർ അഡ്മിറൽ വാൻഡീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കാൻ മുൻകൈയെടുത്ത ഡച്ചു ഗവർണർ അഡ്മിറൽ വാൻഡീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ? ആൻസർ ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസ് രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതൻ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം? ആൻസർ കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? ആൻസർ
ആൻസർ 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. ലന്തക്കാർ എന്നറിയപ്പെടുന്നത്. ആൻസർ ഡച്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം. ആൻസർ പോണ്ടിച്ചേരി. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരി. കേരളത്തിൽ ഡച്ച് ഭരണത്തിന് അന്ത്യം കുറിച്ച യുദ്ധം. ആൻസർ കുളച്ചൽ യുദ്ധം. കേരളത്തിൽ ഡച്ച് ഭരണത്തിന് അന്ത്യം കുറിച്ച യുദ്ധം കുളച്ചൽ യുദ്ധം. കശുവണ്ടി ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചതാര്? ആൻസർ പോർച്ചുഗീസുകാർ. കശുവണ്ടി ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് എത്തിച്ച പ്രധാന വിളകൾ കശുവണ്ടി, പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, പുകയില. കശുവണ്ടി, പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, പുകയില. അച്ചടി യന്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചതാര്? ആൻസർ പോർച്ചുഗീസുകാർ. അച്ചടി യന്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ആൻസർ കൊല്ലം, കൊച്ചി. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊല്ലവും കൊച്ചിയും. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ആൻസർ AD 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം AD 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എവിടെ? ആൻസർ ലണ്ടൻ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ലണ്ടൻ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം. ആൻസർ സൂറത്ത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്ത്. താഴെ തന്നിട്ടുള്ളതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത്. ആൻസർ പോണ്ടിച്ചേരി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് മുംബൈ, കൊൽക്കത്ത, മദ്രാസ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ആൻസർ 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത്. ആൻസർ ഗോവ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഗോവ. ഫ്രഞ്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊല്ലം, കൊച്ചി. പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ, ദിയു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു സൂറത്ത്, മദ്രാസ്, കൊൽക്കത്ത, ബോംബെ. കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ആൻസർ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും. കർണാട്ടിക് യുദ്ധങ്ങളുടെ പ്രധാന വേദിയായിരുന്ന കർണാട്ടിക് പ്രദേശങ്ങൾ ഇന്നത്തെ ഏതു സംസ്ഥാനത്താണ്? ആൻസർ തമിഴ്നാട്. കർണാട്ടിക് യുദ്ധങ്ങളുടെ പ്രധാന വേദിയായിരുന്ന കർണാട്ടിക് പ്രദേശങ്ങൾ ഇന്നത്തെ ഏതു സംസ്ഥാനത്താണ്? ആൻസർ തമിഴ്നാട്. പ്ലാസി യുദ്ധം നടന്ന വർഷം. ആൻസർ 1757. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ബക്സാർ യുദ്ധം നടന്ന വർഷം. ആൻസർ 1764. ബക്സാർ യുദ്ധം നടന്ന വർഷം 1764. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം. ആൻസർ പ്ലാസി യുദ്ധം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ആൻസർ സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും.
പ്ലാസി യുദ്ധം നടന്നത് സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. സിറാജുദ്ദൗള എവിടത്തെ ഭരണാധികാരിയായിരുന്നു? ആൻസർ ബംഗാൾ. സിറാജുദ്ദൗള എവിടത്തെ ഭരണാധികാരിയായിരുന്നു? ആൻസർ ബംഗാൾ. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് ആര്? ആൻസർ റോബർട്ട് ക്ലൈവ്. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവ്. സിറാജുദ്ദൗളയുടെ സൈന്യാധിപൻ? ആൻസർ മിർ ജാഫർ. സിറാജുദ്ദൗളയുടെ സൈന്യാധിപൻ മിർ ജാഫർ. ബക്സാർ യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ ഉൾപ്പെടാത്തത്? ആൻസർ സിറാജുദ്ദൗള. ബക്സാർ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് ഷാ ആലം രണ്ടാമൻ, മിർ കാസിം, ഷുജാ ഉദ്ദൗള. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലം? ആൻസർ ബംഗാൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലം ബംഗാൾ. ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന മറാത്ത യുദ്ധങ്ങളുടെ അനന്തരഫലമായി ബ്രിട്ടീഷുകാർ കീഴടക്കിയ നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത്? ആൻസർ പൂനെ. ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന മറാത്ത യുദ്ധങ്ങളുടെ അനന്തരഫലമായി ബ്രിട്ടീഷുകാർ കീഴടക്കിയ നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെടാത്തത് പൂനെ. ടിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധം? ആൻസർ നാലാം മൈസൂർ യുദ്ധം. ടിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധം നാലാം മൈസൂർ യുദ്ധം. ബക്സാർ യുദ്ധസമയത്തെ മുഗൾ ചക്രവർത്തി? ആൻസർ ഷാ ആലം രണ്ടാമൻ. ബക്സാർ യുദ്ധസമയത്തെ മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമൻ. മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് അധീനതയിലായ പ്രദേശങ്ങൾ? ആൻസർ മലബാറും കൂർഗും. മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് അധീനതയിലായ പ്രദേശങ്ങളാണ് മലബാറും കൂർഗും. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി? ആൻസർ ശ്രീരംഗപട്ടണം സന്ധി. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശം? ആൻസർ മലബാർ. ശ്രീരംഗപട്ടണം സന്ധി ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശമായിരുന്നു മലബാർ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ആൻസർ ഡൽഹൌസി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ആൻസർ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഇൻഡോർ. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഇൻഡോർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. ചാപ്റ്റർ 3 ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത്? ആൻസർ നഗോഡകൾ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് നഗോഡകൾ. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ സ്വന്തം പെരുവിരൽ മുറിച്ച് പ്രതിഷേധിച്ച ബംഗാളിലെ ജനവിഭാഗം? ആൻസർ നഗോഡകൾ. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ സ്വന്തം പെരുവിരൽ മുറിച്ച് പ്രതിഷേധിച്ച ബംഗാളിലെ ജനവിഭാഗമായിരുന്നു നഗോഡകൾ. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം?
ആൻസർ 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത്? ആൻസർ ബോംബെ മുതൽ താനെ വരെ. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് ബോംബെ മുതൽ താനെ വരെ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ? ആൻസർ തിരൂർ മുതൽ ബേപ്പൂർ വരെ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ തിരൂർ മുതൽ ബേപ്പൂർ വരെ. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയ വർഷം? ആൻസർ 1861 മാർച്ച്. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയ വർഷം 1861 മാർച്ച്. ഇന്ത്യയിൽ ആദ്യത്തെ തീവണ്ടിയിലെ യാത്രക്കാരുടെ എണ്ണം? ആൻസർ 400. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടിയിലെ യാത്രക്കാരുടെ എണ്ണം 400. ഇന്ത്യയിൽ ആദ്യമായി ഓടിയ തീവണ്ടിയിലെ കോച്ചുകളുടെ എണ്ണം? ആൻസർ 14. ഇന്ത്യയിൽ ആദ്യമായി ഓടിയ തീവണ്ടിയിലെ കോച്ചുകളുടെ എണ്ണം 14. മാപ്പിള കലാപങ്ങൾ നടന്ന നൂറ്റാണ്ട്? ആൻസർ 19-ാം നൂറ്റാണ്ട്. മാപ്പിള കലാപങ്ങൾ നടന്ന നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട്. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്നും നികുതി പിരിച്ചെടുക്കാൻ ചുമതലപ്പെടുത്തിയ ഇടനിലക്കാർ അറിയപ്പെടുന്നത്? ആൻസർ ജമീന്ദാർമാർ. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നികുതി പിരിച്ചെടുക്കാൻ ചുമതലപ്പെടുത്തിയ ഇടനിലക്കാർ അറിയപ്പെടുന്നത് ജമീന്ദാർമാർ. പണം പലിശയ്ക്ക് കൊടുത്തിരുന്നവർ അറിയപ്പെട്ടിരുന്നത്? ആൻസർ സാഹുക്കാർ. പണം പലിശയ്ക്ക് കൊടുത്തിരുന്നവർ അറിയപ്പെട്ടിരുന്നത് സാഹുക്കാർ. 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിലെ മുസ്ലിം ജനവിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പ്രക്ഷോഭം? ആൻസർ ഫറാസി കലാപം. 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിലെ മുസ്ലിം ജനവിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പ്രക്ഷോഭമായിരുന്നു ഫറാസി കലാപം. ബ്രിട്ടീഷുകാരുടെ കമ്പനി ഭരണത്തിനെതിരെ മറാത്തിയിൽ കലാപത്തിനിറങ്ങിയ വിഭാഗം? ആൻസർ ഭീലുക്കൾ. ബ്രിട്ടീഷുകാരുടെ കമ്പനി ഭരണത്തിനെതിരെ മറാത്തിയിൽ കലാപത്തിനിറങ്ങിയ വിഭാഗമായിരുന്നു ഭീലുക്കൾ. കമ്പനി ഭരണത്തിനെതിരെ അഹമ്മദ് നഗറിൽ കലാപത്തിനിറങ്ങിയ ജനവിഭാഗം? ആൻസർ കോലികൾ. കമ്പനി ഭരണത്തിനെതിരെ അഹമ്മദ് നഗറിൽ കലാപത്തിനിറങ്ങിയ ജനവിഭാഗമായിരുന്നു കോലികൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട കോളുകൾ കാണപ്പെടുന്ന സ്ഥലം? ആൻസർ ഛോട്ടാ നാഗ്പൂർ. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട കോളുകൾ കാണപ്പെടുന്ന സ്ഥലം ഛോട്ടാ നാഗ്പൂർ. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട സാന്താളുകൾ കാണപ്പെടുന്ന പ്രദേശം? ആൻസർ രാജ്മഹൽ കുന്നുകൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട സാന്താളുകൾ കാണപ്പെടുന്ന പ്രദേശം രാജ്മഹൽ കുന്നുകൾ. സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ? ആൻസർ സിദ്ധുവും കാനുവും. സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ സിദ്ധുവും കാനുവും. സാന്താൾ കലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എലമെന്ററി ആസ്പെക്ട്സ് ഓഫ് പെസന്റ് ഇൻസർജൻസി എന്ന കൃതി രചിച്ചതാര്? ആൻസർ രണജിത് ഗുഹ. സാന്താൾ കലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എലമെന്ററി ആസ്പെക്ട്സ് ഓഫ് പെസന്റ് ഇൻസർജൻസി എന്ന കൃതി രചിച്ചത് രണജിത് ഗുഹ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ആൻസർ ഉത്തർപ്രദേശിലെ മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റ്. 1857 കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി ആരെയാണ് പ്രഖ്യാപിച്ചത്? ആൻസർ ബഹദൂർ ഷാ സഫർ. 1857 കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ സെക്കൻഡിനെയാണ്. താഴെ തന്നിട്ടുള്ളതിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത്? ആൻസർ റൗലത്ത് നിയമം. താഴെ തന്നിട്ടുള്ളതിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് റൗലത്ത് നിയമം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്?
ആൻസർ തലക്കൽ ചന്തു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപത്തിന് തിരുനെൽവേലിയിൽ നേതൃത്വം നൽകിയ വ്യക്തി. ആൻസർ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപത്തിന് തിരുനെൽവേലിയിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപത്തിന് കർണാടകയിൽ നേതൃത്വം നൽകിയതാര്? ആൻസർ കിട്ടൂർ ചെന്നമ്മ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപത്തിന് കർണാടകയിൽ നേതൃത്വം നൽകിയത് കിട്ടൂർ ചെന്നമ്മ. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. ആൻസർ ടി.എച്ച്. ബേബർ. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ടി.എച്ച്. ബേബർ. ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശിരാജ വീരമൃത്യു വരിച്ചതെന്ന്? ആൻസർ 1805 നവംബർ 30. ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശിരാജ വീരമൃത്യു വരിച്ചതെന്ന്? 1805 നവംബർ 30. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയ വ്യക്തി. ആൻസർ വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയ വ്യക്തി വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കൊച്ചിയിൽ നേതൃത്വം നൽകിയ വ്യക്തി. ആൻസർ പാലിയത്തച്ചൻ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കൊച്ചിയിൽ നേതൃത്വം നൽകിയ വ്യക്തി പാലിയത്തച്ചൻ. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപം ഏത്? ആൻസർ സന്യാസി കലാപവും ഫക്കീർ കലാപവും. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഔദിൽ നേതൃത്വം നൽകിയ വ്യക്തി. ആൻസർ രാജ ചേത് സിംഗ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഔദിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാജ ചേത് സിംഗ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ശിവഗംഗയിൽ നേതൃത്വം നൽകിയ വ്യക്തി. ആൻസർ മരുത് പാണ്ഡ്യൻ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ശിവഗംഗയിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് മരുത് പാണ്ഡ്യൻ. ഏത് പ്രദേശം കേന്ദ്രീകരിച്ചാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തിയത്? ആൻസർ വയനാടൻ വനങ്ങൾ. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തിയത്. കുണ്ടർ വിളംബരം നടത്തിയ ഭരണാധികാരി. ആൻസർ വേലുത്തമ്പി ദളവ. കുണ്ടർ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. കുണ്ടർ വിളംബരം നടന്ന വർഷം? ആൻസർ 1809 ജനുവരി 11. കുണ്ടർ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ച വ്യക്തി. ആൻസർ പാലിയത്തച്ചൻ. കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ച വ്യക്തിയായിരുന്നു പാലിയത്തച്ചൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം? ആൻസർ 1857. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി. ആൻസർ മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാര്? ആൻസർ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ടെക്സ്റ്റ് ബുക്കിൽ നാനാ സാഹിബും താന്തിയ തോപ്പി രണ്ടുപേരുടെയും പേരുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ 2013 LDCക്ക് ചോദിച്ചപ്പോൾ PSC നൽകിയ ആൻസർ നാനാ സാഹിബ് എന്നായിരുന്നു. ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഝാൻസിയിൽ നേതൃത്വം നൽകിയ വ്യക്തി. ആൻസർ റാണി ലക്ഷ്മിഭായി. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചതാര്?
ആൻസർ ബീഗം ഹസ്രത് മഹൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത് മഹൽ. ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയ സ്ഥലം? ആൻസർ റംഗൂൺ. ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് റംഗൂണിലേക്കാണ്. റംഗൂൺ ഇപ്പോൾ മ്യാൻമറിന്റെ ഭാഗമാണ്. ലഗ്താ നഹി ഹൈ ജി മേര എന്ന കവിത രചിച്ച വ്യക്തി? ആൻസർ ബഹദൂർ ഷാ സഫർ. ലഗ്താ നഹി ഹൈ ജി മേര എന്ന കവിത രചിച്ച വ്യക്തി ബഹദൂർ ഷാ സഫർ. ഏതു നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത്? ആൻസർ 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. ഏതു നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത്? 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. ഫൈസാബാദിൽ നേതൃത്വം നൽകിയ വ്യക്തി? ആൻസർ മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ നേതൃത്വം നൽകിയ വ്യക്തി മൗലവി അഹമ്മദുള്ള. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ആരയിൽ നേതൃത്വം നൽകിയ വ്യക്തി? ആൻസർ കൻവർ സിംഗ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ആരയിൽ നേതൃത്വം നൽകിയ വ്യക്തി കൻവർ സിംഗ്. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ പ്രധാന ഗോത്ര വിഭാഗങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മറാത്തയിൽ ഭീലുക്കൾ, അഹമ്മദ് നഗറിൽ കോലികൾ, ചോട്ടാ നാഗ്പൂരിൽ കോളുകൾ, രാജ്മഹൽ കുന്നിൽ സാന്താൾമാർ, വയനാട്ടിൽ കുറിച്യർ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഔദിൽ രാജ ചെയ്ത് സിംഗ്, തിരുനെൽവേലിയിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിൽ മരുതു പാണ്ഡ്യൻ, മലബാറിൽ പഴശ്ശിരാജ, കർണാടകയിൽ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ, കൊച്ചിയിൽ പാലിയത്തച്ഛൻ.